കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിലെ ഏറ്റവും പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലുള്ള ഒരു പ്രശ്നം, അപ്പൻ പറഞ്ഞത് അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല, മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്ക് മനസ്സിലാവുന്നില്ല. പലപ്പോഴും പരാതിയാണ്, ഞാൻ അത് ഉദ്ദേശിച്ചിട്ടില്ലല്ലോ, ഞാൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, പിന്നെ എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചിന്തിക്കുന്നത്, ഞാൻ മനസ്സിൽ പോലും അങ്ങനെ വിചാരിച്ചില്ല. ജീവിതത്തിൽ ഒരുപാട് വേദനിക്കുന്ന മനുഷ്യരുണ്ട്, പ്രത്യേകിച്ചും ഭാര്യ ഭർത്താക്കന്മാർ. അകാരണമായ ചില കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ച് സംശയിച്ച് മുൾമുനയിൽ നിർത്തി സങ്കടത്തിൻ്റെ ഒരു വലിയൊരു പെരുമഴയും ശകാരത്തിൻ്റെ ഒരു കൊടുങ്കാറ്റും ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ തിരിച്ചറിയും. യൗസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ വിവാഹത്തിന് മുമ്പേ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധ ആ അമ്മയെ, മേരിയെ തിരഞ്ഞെടുക്കുവാൻ ആ ജീവിതത്തിൽ ഒരു സംശയം വരികയുണ്ടായി. അതൊരു കൊടുങ്കാറ്റാണ്, അതൊരു വലിയൊരു അസ്വസ്ഥതയാണ്. അപ്പം അവിടെ യൗസേപ്പിതാവിനെ സഹായിച്ചത് അവൻ്റെ കാതുകളാണ്. പ്രിയമുള്ളവരെ, ഈ യൗസേപ്പിതാവിൻ്റെ ചിത്രം വരച്ചപ്പോൾ ആദ്യ കാലങ്ങളിൽ യൗസേപ്പിതാവിൻ്റെ ചെവി വളരെ വലുതായിരുന്നു. അങ്ങനെയാണ് യൗസേപ്പിതാവിൻ്റെ ചിത്രം ആ യക്കിണകളിൽ അങ്ങനെ വരച്ചിരുന്നു. കാരണം ദൈവസ്വരം കേൾക്കാൻ കാതുകൊടുത്ത യൗസേപ്പിതാവിന് പിന്നെ മറിയം പറഞ്ഞത് മനസ്സിലാകാൻ എളുപ്പമായി. സത്യത്തിൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ മക്കൾ പറയുന്നത് മാതാപിതാക്കൾക്ക് മനസ്സിലാകാതെയും മാതാപിതാക്കൾ പറയുന്നത് മക്കൾക്ക് മനസ്സിലാകാതിരിക്കാൻ ഒരു കാരണം, ഈ പറയുന്ന വ്യക്തികൾ അവരുടെ കാത് ആദ്യം ദൈവത്തിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ഞാനും നിങ്ങളും ദൈവത്തിന് നമ്മുടെ കാതുകൾ ആദ്യം കൊടുക്കുകയും ദൈവം പറയുന്നത് കേൾക്കാൻ നമുക്ക് മനസ്സുണ്ടാവുകയും ചെയ്താൽ ആ വീട്ടിൽ പറയുന്നത് നമുക്ക് ഹൃദ്യമാകും, മനസ്സിലാകും, അത് സ്നേഹമായി മാറുമെന്നുള്ളതാണ്. ബാബേൽ ഗോപുരം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുവാൻ കാരണം അവർ പറയുന്നത് മനസ്സിലായില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ മനസ്സിലാകാതെ പോകുന്നതിന് കാരണം ദൈവത്തെ കേൾക്കാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ്. നിശബ്ദതയിൽ അവൻ നമ്മോട് സംസാരിക്കും, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ സംസാരിക്കും, സഭയിലൂടെ സംസാരിക്കും, ചില അനുഭവങ്ങളിലൂടെ, ചില വേദനകളിലൂടെ ഒക്കെ ഈശോ നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിന് കാതുകൊടുക്കാൻ ഈ ഒരു ദിവസം നമുക്ക് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. അതെന്നും ജീവിതത്തിലുണ്ടാകട്ടെ. ആമേൻ. സ്വർഗപൂവാടി നീ വിടർന്നു, സ്വർഗസംഗീതമായി നീ പടർന്നു. സ്വർഗപൂവാടി നീ വിടർന്നു, സ്വർഗസംഗീതമായി നീ പടർന്നു. സ്വർഗീയ രാജന്റെ പ്രേയസിയായി നീ സ്വർഗസുമങ്ങൾ ചൊരിഞ്ഞുവല്ലോ. സ്വർഗീയ രാജന്റെ പ്രേയസിയായി നീ സ്വർഗസുമങ്ങൾ ചൊരിഞ്ഞുവല്ലോ. സ്വർഗസുമങ്ങൾ ചൊരിഞ്ഞുവല്ലോ. സ്നേഹഗായികേ രാഗമരാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.